അല്ല എന്നെ CPM ഭരണപക്ഷത്ത് നിന്ന് എന്താ പറയുക പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായത്തിൽ അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാൻ അന്വേഷിക്കട്ടെ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കത്ത് കൊടുക്കും. സ്പീക്കർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരോട്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിൽ ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റുള്ളതാണ്. ഒരു തോർത്തമുണ്ട് കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. അല്ല, ഇനിയിപ്പം നമ്മൾ തറയിലിരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മൾ സീറ്റിൽ കയറി ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലോ, ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അപ്പം ഇനിയിപ്പം കുറച്ച് വോട്ട് എൻ്റെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് ഇപ്പം കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എൻ്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയില്ലായിരിക്കുള്ളൂ. അങ്ങനെ ഇരുന്നോളാം.